ആലപ്പുഴ കാർത്തികപ്പള്ളിയിൽ സർക്കാർ UP സ്കൂളിന്റെ മേൽക്കൂര തകർന്നു വീണു. അവധി ദിവസമായതുകൊണ്ട് വൻ ദുരന്തം ഒഴിവായി എന്നാണ് വാർത്ത. മേൽക്കൂര തകർന്ന കെട്ടിടത്തിൽ ക്ലാസ് മുറികൾ പ്രവർത്തിച്ചിരുന്നില്ല എന്ന് സ്കൂൾ അധികൃതർ പറയുന്നു. എന്നാൽ ഈ വാദം തള്ളി വിദ്യാർത്ഥികളും രക്ഷിതാക്കളും രംഗത്ത് വന്നു. ഫിറ്റ്നസ് ഇല്ലാത്ത കെട്ടിടമാണ് തകർന്നു വീണത്. രാവിലെ പെയ്ത ശക്തമായ മഴയിലാണ് കെട്ടിടത്തിന്റെ മേൽക്കൂര തകർന്നത്. 4ാം ക്ലാസിന്റെ 2 ഡിവിഷനുകളും ഹെഡ്മാസ്റ്റർ ഓഫീസും കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്നതായി രക്ഷിതാക്കളും വിദ്യാർത്ഥികളും പറയുന്നു. മാഷൊക്കെ പറയുന്നത് ഇവിടെ ഈ സമീപത്തൊന്നും കുറച്ച് ദിവസം മുമ്പൊന്നും ക്ലാസ് ഇല്ലായിരുന്നു. ഇവിടെ തന്നെയാണ് പഠിച്ചത്. എത്ര കുട്ടികളുണ്ട് ക്ലാസ്സിൽ? കെട്ടിടം പ്രവർത്തിച്ചിരുന്നില്ലെന്ന ഹെഡ്മാസ്റ്റർ ബൈജു. ക്ലാസ്സിൽ പ്രവർത്തിക്കുന്നില്ല. അത് അൺഫിറ്റ് കെട്ടിടമാണ്. ഇത് നമുക്ക് അൺഫിറ്റ് ആയി തന്നതിന് ശേഷം കുട്ടികളെ മുഴുവൻ നമ്മൾ താൽക്കാലികമായ ഷെഡിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സംഭവത്തിന് പിന്നാലെ സ്കൂൾ പരിസരം പ്രതിഷേധക്കളം. BJPയും കോൺഗ്രസും CPIMും സ്കൂളിലേക്ക് പ്രകടനം നടത്തി. കെട്ടിടം തകർന്നത് ആരുടെ അനാസ്ഥ എന്നതിനെ ചൊല്ലി രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റുമുട്ടി. UDF ഭരിക്കുന്ന പഞ്ചായത്തിനും സ്ഥലം MLA രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെയാണ് CPIMന്റെ ആരോപണം. വിദ്യാഭ്യാസ മന്ത്രിയെ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് കോൺഗ്രസ്. അപകടത്തിന് പിന്നാലെ സ്കൂളിന്റെ പുതിയ കെട്ടിടം അടിയന്തരമായി പ്രവർത്തന സജ്ജമാക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. പണി പൂർത്തിയായെങ്കിലും പുതിയ കെട്ടിടത്തിനും ഫിറ്റ്നസ് ലഭിച്ചിരുന്നില്ല. 24 ആലപ്പുഴ.